ഇന്ന് ദുഃഖവെള്ളി. നമ്മെ സ്നേഹിച്ച ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ ഓർമ്മ. ഓരോ ദുഃഖവെള്ളിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മളെ അത്രയധികം സ്നേഹിച്ചു എന്നാണ്. സ്നേഹത്തോടെ സഹിക്കുന്നതെല്ലാം രക്ഷയാണെന്ന് ക്രൂശിതൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ ദുഃഖവെള്ളിയും ആഗതമാകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക ഈശോയെ അവിടം വരെ എത്തിച്ച യൂദാസിനെ പറ്റിയാണ്. സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടി ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. ഒരുപക്ഷെ ഈശോയോടൊപ്പം വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം അവിടുന്ന് യൂദാസ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥതയോളം വരില്ല ലോകത്തിലെ ഒരു പാപവും. കാരണം എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാനം സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയിൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എൻ്റെ ലോകം, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ്, എൻ്റെ ലാഭം. ഈ ദുഃഖവെള്ളിയിൽ നമുക്ക് ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. യൂദാസിനെ നമുക്ക് മുന്നിൽ കാണാം. ക്രൂശിതനോട് പറയാം, എൻ്റെ ജീവിത യാത്രയിൽ, ജീവിത വ്യാപാരങ്ങളിൽ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളെയും ചിന്തകളെയും ക്രൂശിത ആട്ടിപ്പായിക്കണമേ എന്ന്. കുരിശിനോട് ചേർത്ത് നമ്മുടെ സ്വാർത്ഥപരമായ എല്ലാ ചിന്തകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ക്രൂശിതൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.